നീതി ആയോഗ് വൈസ് ചെയർമാന് ശാസന. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. നീതി ആയോഗ് വൈസ് ചെയർമാന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശാസന. ന്യായപദ്ധതി പ്രായോഗികമല്ലെന്ന് പറഞ്ഞതിനാണ് ശാസന. പ്രസ്താവന ചട്ടലംഘനം. മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്നാണ് താക്കീത്. നേട്ടം കൈവരിച്ച് മലയാളികൾ. സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. കനിഷ് ഖഡാരിക്കാണ് 1ാം റാങ്ക്. വയനാട് സ്വദേശി ശ്രീധന്യ സുരേഷ് 410ാം റാങ്ക് നേടി. ആദിവാസി കുറിച്യ വിഭാഗത്തിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ശ്രീധന്യ. കൂടാതെ 29ാം റാങ്ക് നേടിയ ആർ ശ്രീലക്ഷ്മി, 49ാം റാങ്ക് നേടിയ രഞ്ജന മേരി വർഗീസ്, 66ാം റാങ്ക് നേടിയ അർജുൻ മോഹൻ എന്നിവരും റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട മലയാളികളാണ്. വനിതാ വിഭാഗത്തിൽ ശ്രുതി ജയൻ ദേശ്മുഖ് 1ാമതെത്തി. ഓൾ ഇന്ത്യ തലത്തിൽ 5ാമതാണ് ശ്രുതിയുടെ റാങ്ക്. ആദ്യ 25 റാങ്കിൽ 15 പേർ പുരുഷന്മാരും 10 സ്ത്രീകളുമാണുള്ളത്. നിയമനത്തിന് യോഗ്യത നേടിയ 759 പേരിൽ 577 പുരുഷന്മാരും 182 സ്ത്രീകളും ഉൾപ്പെടുന്നു. പുകഞ്ഞു തള്ളി കാവിപ്പട. അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും പിന്നാലെ BJP ദേശീയ നേതൃത്വത്തിലുള്ള അതൃപ്തി പരസ്യമാക്കി ലോക്സഭാ സ്പീക്കർ സുമിത്രാ മഹാജനും. സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കി സുമിത്രാ മഹാജൻ പരസ്യ പ്രസ്താവന ഇറക്കി. 75 വയസ്സ് കഴിഞ്ഞവർക്ക് ടിക്കറ്റ് നൽകേണ്ടെന്ന് ഇല്ല എന്ന് പാർട്ടി തീരുമാനിച്ചുവെന്ന് അമിത്ഷാ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നേതൃത്വവുമായി ഇടഞ്ഞ് സുമിത്രാ മഹാജൻ പ്രസ്താവന ഇറക്കിയത്. സുമിത്രാ മഹാജന്റെ മകൻ മന്ദർ മഹാജന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാൻ BJP നേതൃത്വം തയ്യാറാകാതിരുന്നതും നീരസം ഇരട്ടിപ്പിച്ചതായി വിവരം. സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്നും ആവശ്യം. LK അദ്വാനിയുടെ അതൃപ്തി ബ്ലോഗിലൂടെ പുറത്തുവന്നതിന് പിന്നാലെയാണ് സുമിത്രാ മഹാജന്റെ ഈ പരസ്യ പ്രസ്താവന. വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ പ്രതിപക്ഷം സീറ്റ് വാഗ്ദാനം ചെയ്തെന്ന റിപ്പോർട്ടുകൾ മുരളി മനോഹർ ജോഷിയും തള്ളിയിട്ടില്ല. കോൺഗ്രസിൽ ചേരാനൊരുങ്ങുന്ന ശത്രുഘ്ൻ സിൻഹയും പാർട്ടിക്കെതിരായ വിമർശനം കടുപ്പിക്കുകയാണ്. BJP വൺമാൻ ഷോയും 2 പേരുടെ സൈന്യവുമായെന്നാണ് ശത്രുഘ്ൻ സിൻഹയുടെ വിമർശനം. എന്നാൽ മുതിർന്ന നേതാക്കളുടെ ഉപദേശം തുടർന്നും പാർട്ടിക്ക് ഉണ്ടാകുമെന്നും അവരെ ഒഴിവാക്കിയതായി വ്യാഖ്യാനിക്കേണ്ടതും നിതിൻ ഗഡ്കരി പ്രതികരിച്ചു. മുറുകുന്ന വാക്പോര്. CPM-നെതിരെ മിണ്ടില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ CPM-നെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. CPM-ന് മറുപടി പറയാൻ കേരള നേതാക്കൾ മതിയെന്ന ചെന്നിത്തല. കേരളത്തിലെ നേതാക്കൾക്ക് മറുപടി പറയാൻ മാത്രമേ CPM ഉള്ളൂ. യെച്ചൂരിയുടെ പോലും കേരളത്തിലെ CPM-കാർ മാന്യത കാണിച്ചിട്ടില്ല. യെച്ചൂരിയുടെ ദേശീയ ബദൽ പൊളിച്ചത് കേരളത്തിലുള്ളവർ. ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ ജനങ്ങൾ നിലംപരിശാക്കുമെന്നും ചെന്നിത്തല. CPM-നെതിരെ വിമർശനത്തിനില്ലെന്ന് രാഹുൽ പറയുമ്പോഴും വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിലാണ് ഇടതു നേതാക്കൾ. CPM-നെതിരെ നടത്തുന്ന പ്രചാരണം കോൺഗ്രസിന് എതിരായി മാറുമോ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഭയമെന്നായിരുന്നു കോടിയേരിയുടെ വിമർശനം. അതിനിടെ രാഹുലിന്റെ നിലപാടിനെതിരെ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന രാഷ്ട്രീയ സദാചാരത്തിന് എതിര്. രാഷ്ട്രീയ അഭയാർത്ഥിയായ രാഹുലിന്റെ പ്രസ്താവന ജനങ്ങളെ കബളിപ്പിക്കാൻ. ചത്ത കുതിരയെന്ന് മുസ്ലിം ലീഗിനെ വിശേഷിപ്പിച്ച കോൺഗ്രസ് നേതാവ് ഇപ്പോൾ വയനാട്ടിൽ മത്സരിക്കുന്നത് അവരുടെ കൈപിടിച്ചെന്നും ശ്രീധരൻപിള്ളയുടെ ആരോപണം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആനന്ദവല്ലി അന്തരിച്ചു. പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അഭിനേത്രിയുമായ ആനന്ദവല്ലി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ. 3000-ഓളം സിനിമകളിലും ശബ്ദം നൽകിയ കലാകാരിയായിരുന്നു ആനന്ദവല്ലി. 1973-ൽ ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ നടി രാജശ്രീക്ക് ശബ്ദം നൽകിയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി അരങ്ങേറ്റം കുറിച്ചത്. 1992-ൽ ആധാരം എന്ന സിനിമയ്ക്ക് ശബ്ദം നൽകി മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി. ഏണിപ്പടികൾ എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്ത് മികവ് തെളിയിച്ചു. ആനന്ദവല്ലിയുടെ മരണത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. ശബ്ദവൈവിധ്യം കൊണ്ട് തന്റേതായ സ്ഥാനം നേടിയ വ്യക്തിയായിരുന്നു ആനന്ദവല്ലി എന്ന് മുഖ്യമന്ത്രി. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തള്ളി മന്ത്രി. പ്രളയം മനുഷ്യനിർമ്മിതമെന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തള്ളി വൈദ്യുതി മന്ത്രി MM മണി. പ്രളയകാരണങ്ങളെക്കുറിച്ച് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ രാഷ്ട്രീയം കളിച്ചു. റിപ്പോർട്ട് അമിക്കസ് ക്യൂറി മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു. മുൻ UPA സർക്കാരിന്റെ ആളാണ് അമിക്കസ് ക്യൂറി എന്നും MM മണി. പ്രളയത്തിൽ അണക്കെട്ടുകൾ ഒന്നിച്ച് തുറന്നുവിട്ടതുൾപ്പെടെ സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നുകാട്ടിയാണ് അമിക്കസ് ക്യൂറി ജേക്കബ് P. അലക്സ് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ സർക്കാർ നടപ്പാക്കേണ്ട അടിയന്തര കർമ്മ പദ്ധതി ചെയ്യാത്തത് സ്ഥിതി വഷളാക്കിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ റിപ്പോർട്ടുകൾക്കെതിരെയാണ് മന്ത്രി രംഗത്തെത്തിയത്. ആരോപണവുമായി മോദി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ പുതിയ ആരോപണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലും കുടുംബത്തിനും പങ്കുണ്ടെന്ന് മോദി. ആരോപണം അഗസ്റ്റ വെസ്റ്റ്ലാൻഡുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ അഹമ്മദ് പട്ടേലിന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ. അതേസമയം ആരോപണത്തെ നിഷേധിച്ച ഇടപാടിലെ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേൽ. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. കൗമുദി ഹെഡ്ലൈൻസ് നാളെ രാവിലെ 9:55-ന്. ശുഭരാത്രി.